ആറ്റുകാലമ്മയോടുള്ള ഭക്തിയിൽ സംഗീത സംവിധായകനായി മാറിയ തിരുവനന്തപുരം സ്വദേശിയായ മണക്കാട് രാമചന്ദ്രനുണ്ട്. പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ഗാനം തയ്യാറാക്കിയാണ് രാമചന്ദ്രൻ അമ്മയോടുള്ള ഭക്തി പ്രദർശിപ്പിക്കുന്നത്. 27 വർഷത്തിനിടയിൽ ഇതിനോടകം 1000-ലേറെ ഗാനങ്ങളാണ് പുറത്തിറക്കിയത്. ആറ്റുകാൽ അമ്പലത്തിൻ്റെ നടയിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം. അപ്പോൾ ആറ്റുദേവിയുടെ പാട്ടുകളന്ന് കുറവായിരുന്നു. അപ്പോൾ ഇപ്പോഴൊന്നുമല്ല, 10-40, എനിക്കിപ്പം 63 വയസ്സായി. അപ്പോൾ എൻ്റെ 10 വയസ്സൊക്കെ 50 കൊല്ലം മുമ്പെയൊക്കെ പാട്ടുകളൊന്നും ഇല്ലാത്ത കാലമായിരുന്നു ദേവിയിൽ. അങ്ങനെ ഒരു പാട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വലുതായപ്പോൾ എൻ്റെ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു, ചെയ്തു. ഒരു 27 വർഷം മുമ്പ് ഞാൻ ആറ്റുകാലമ്മയുടെ ഒരു പാട്ട്, 10 പാട്ടുകൾ, അന്ന് സുരേഷ് ഗോപിയാണ് ആദ്യമായിട്ട് അതിൽ പാടുന്നത്. സുരേഷ് ഗോപി, രാധിക, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം പാടിയ ഭയങ്കര ഹിറ്റായിരുന്നു ആ പാട്ട്. അതിന് ശേഷം ഞാൻ തുടരെ എല്ലാ വർഷവും 27 വർഷമായി. 27 വർഷവും അമ്മയ്ക്ക് മുടങ്ങാതെ നമ്മളെ പാട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആറ്റുകാലമ്മയുടെ പാട്ടുകൾ. സംഗീത നിർമ്മാണം മാത്രമല്ല, സംവിധായകനായതിന്റെ കഥയും പറയുന്നു രാമചന്ദ്രൻ. 2 ഗാനങ്ങളുള്ള അരങ്ങേറ്റ ആൽബം ആലപിച്ചതോ മകൾ രാധികയും രവിശങ്കറും. ഈ വർഷവും അങ്ങനെ 2 കുങ്കുമാർച്ചന എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ സംഗീതം ചെയ്ത് ശ്രീ വിനു ശ്രീലക എഴുതി, എൻ്റെ ബാൻഡാണ് പൊന്നു മിന്നു ഓഡിയോസ് എന്നുള്ള കമ്പനി, അതിൽ കൂടെയാണ് പുറത്തിറങ്ങിയത്. ശ്രീ ആറ്റുകാൽ ദേവി നാമങ്ങൾ പാടുനാവേ, ആത്മദുഃഖങ്ങൾ ദൂരെ ദേവിയോടുള്ള ഭക്തി കൊണ്ട് തുടങ്ങിയതാണ്. അത് ഇത്രയും വിജയം വന്നത് അതുകൊണ്ടാണ്. ദേവിയോടുള്ള ഭക്തി സാമ്പത്തികമല്ല, സാമ്പത്തികത്തിനെക്കാട്ട് ജനങ്ങളിലെ അമ്മയുടെ കീർത്തനങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു പ്രധാന ഉദ്ദേശം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.